അതെ, KHDC ഫിറോസിക്ക. ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ. നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ബാബുസ്വാമി, എനിക്ക് പെട്ടെന്ന് കിട്ടുമ്പോ ബാബുസ്വാമിനെ ഓർമ്മ വന്നു. ആ ഒരു സ്ലാങ് കിട്ടിയില്ല നിങ്ങൾക്ക്? അപ്പോ വീട് വെച്ച് തന്ന ഫിറോസുക്കയാണ് തെറ്റുകാരൻ. ഭൂമി ഇട്ടുകൊടുത്ത ആ പാവപ്പെട്ട ബിഷപ്പാണ് തെറ്റുകാരൻ. അർഹതയില്ലാത്ത ഇവർക്ക് ഇത് ചെയ്തു കൊടുത്തതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അല്ലേ? എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടറിയോ ജീവിക്കാൻ? ഒരു വീടിന് വേണ്ടിയിട്ടൊക്കെ എത്ര കഷ്ടപ്പെടുന്നുണ്ടറിയോ? ഇങ്ങനെ സഹായങ്ങളൊക്കെ വാങ്ങിയിട്ട് അവരെ തിരിഞ്ഞിങ്ങനെ കുത്തുന്ന ആ ഒരു കൊഞ്ഞലം കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ അഹങ്കാരം കൂടി 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 ഏതോ ഒരു ലെവലിലേക്ക് എത്തി, എക്സ്ട്രീം ലെവലിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഫിറോസുക്ക ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു എന്നവർ പറയുന്നുണ്ട്. എടോ സഹി കെട്ട് വിളിച്ചതായിരിക്കും. അയാളുടെ വർക്ക് എത്രത്തോളാണ് നിങ്ങൾ കാരണം പോയതെന്നറിയോ? സഹിക്കാൻ പറ്റാതെ ചെയ്തതാ. എന്നിട്ട് നിങ്ങളുടെ ഭാഗം പക്ക പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഊളത്തരം ഉണ്ടല്ലോ, ഈ ഊളത്തരം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ പ്രഹസന വീഡിയോസ് ഒക്കെ അല്ലേ, ഇതൊക്കെ ആളുകൾക്ക് മടുത്തു തുടങ്ങി എന്നുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന നിങ്ങളുടെ വീഡിയോന്റെ അടിയിലുള്ള കമന്റുകൾ നിങ്ങൾ വായിക്കി. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തെറി കമന്റിന് മറുപടി കൊടുത്തല്ലോ, തെറിയായിട്ട് തന്നെ അല്ലേ? അതേപോലെ തന്നെ ഇനി നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ജനങ്ങൾ വെറുത്ത് പണ്ടാരെ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഫിറോസ് ഭയങ്കര തെറ്റുകാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ആർക്കെങ്കിലും നമ്മൾ ദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. പക്ഷെ ഈ ദാനം കിട്ടിയിട്ട് ആ ദാനം കിട്ടിയ വസ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് തന്ന ആൾ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ അവർ സംസാരിക്കാതിരിക്കോ? സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ കിച്ചുവിന്റെ ആ ഒരു സ്റ്റാൻഡ് പോലും ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണം ഉണ്ടോ തനിക്ക്? എനിക്ക് ഫിറോസ് ഖാനോട് അതന്നെ ചോദിക്കാനുള്ളത്. നാണമുണ്ടോ ഫിറോസ് ഖാ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ? ഒരുപാട് നല്ല നല്ല ആൾക്കാരല്ലേ ഫിറോസ് ഖാ, അവരെയല്ലേ സഹായിക്കേണ്ടിയിരുന്നത്? ഇനിയിപ്പോ ടൈം ട്രാവൽ ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് തിരുത്തേണ്ടി വരും. അപ്പൊ പിന്നെ നമ്മളിപ്പോ രേണുസുതി ഈ രീതിയിൽ കാണൂല. ആ ഇടിഞ്ഞു വീഴാറായിട്ടുള്ള ആ മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത വീട്ടില് നിരന്തരം കരഞ്ഞ് കണ്ണീരിൽ കുളിച്ചിരിക്കുന്ന രണസുനയെ കാണേണ്ടി വരും എന്നുള്ളതാണ്. ലക്ഷ്മി നക്ഷത്രപരുടെ വീട്ടിൽ പോണ സമയത്തുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ രീതിയിൽ നിന്ന് മാറില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ? ഇവർ ഈ ഭൂമി വിട്ടുകൊടുത്ത് അതേപോലെ വീട് വെച്ച് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവരെ നമ്മൾ ഈ രീതിയിൽ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാ. അല്ലെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ? ഒരാൾ തിരിഞ്ഞു നോക്കില്ല. ഇവർക്കുള്ള ആ ഒരു വളമുണ്ടല്ലോ, ആ വളം പോലും ഇട്ടുകൊടുത്തത് ഒരാളുടെ മരണം. അത് കഴിഞ്ഞ് ആ മരണത്തിന്റെ മുകളിലൂടെയാണ് പിന്നുള്ള യാത്ര മൊത്തം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സഹായിക്കാൻ കൊല്ലസുദ്ധിക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായി. അത് കഴിഞ്ഞ് അത് കിട്ടിയപ്പോ ഇവരുടെ സ്വഭാവം ഇവര് കാണിച്ചു. ഫിറോസ് ഖാ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായി മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, വാവ്, ബ്യൂട്ടിഫുൾ ഭീഷണി. എന്റെ സംസ്കാരം അതാണ്, എന്നെ കൊണ്ടത് വിളിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. എന്നാ രണസുനയുടെ സംസ്കാരം ഒന്ന് കേട്ടോളെ. ഇവനൊക്കെ പറയുന്ന കേട്ടാ എനിക്ക് വെറും രോമമില്ല. ഇതാണ്, അതെ അതെ, രോമമില്ല. സംസ്കാരമാണ് നമ്മൾ കാണുന്നത്. അതും തെറിയായിട്ട് ആരോ കമന്റ് ഇട്ടതിനാണ്. ഇപ്പൊ അച്ഛനെ വിളിച്ചു എന്ന് പറയുന്ന ആളെ ഇപ്പൊ താങ്കൾ എന്താ വിളിക്കാൻ പോകുന്നേ? ചോദിച്ചതാണ് കേട്ടോ. നാണമില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഇവർക്ക് എന്ത് ഉളുപ്പുള്ളേ? ഒരു ഉളുപ്പില്ല അല്ലേ? അങ്ങനെയൊക്കെ സഹായിച്ച ആളുകളെ എങ്ങനെയാണോ ആളുകൾ സഹായിക്കുക? ഇനി ഇങ്ങനെയുള്ള ആളുകൾ ആരും സഹായിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രേണുസുതിക്ക് ഒരു വീട് വെച്ച് കൊടുത്തതിനോട് കൂടിയിട്ട് ആള് മൂഞ്ചി, നല്ല 8ന്റെ പണി കിട്ടി. ഒരുപാട് വർക്കാണ് മിസ്സായി പോയിട്ടുള്ളത്. ചില സമയം അങ്ങനെയാണെന്നുള്ളതാണ്. സഹായം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പാരയായിട്ട് മാറുക എന്നുള്ളത്. ഒരു ഉളുപ്പും ഒരു തരത്തിലുള്ള ഒരു യോഗ്യതയും ഇവർക്കില്ല എന്ന് പറയേണ്ടി വരും ഈ വിഷയത്തിൽ സംസാരിക്കാം. രേണുസുതി ഈ വിഷയത്തിലൊക്കെ നിലപാടെടുക്കേണ്ടത് ഈ രീതിയിലല്ല. സത്യത്തില് വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞ അഹങ്കാരം തലക്ക് മൂത്തിട്ട് ഇത് വല്ലാത്ത അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുക. എന്ത് ആയി? എന്തായത്? മനസ്സിലായില്ല. ആയി ഫ്രണ്ട്സ്. ബാക്കി പറ. ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ്. ഓക്കെ, ഇപ്പോഴാണ് ഇന്ന് എത്രാം തീയതി ആയത് വെച്ച്? ഇന്ന് 24 മനുഷ്യേട്ടാ. നല്ല ആളോടാ ചോദിച്ചത്. ഇന്ന് 23-ാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ
ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണാവോ ഇനിയിപ്പോ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. എന്തായാലും ഒരു CBI അന്വേഷണമൊക്കെ നടത്തിയിട്ട് ആർക്ക് എങ്ങനെ കിട്ടിയെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്തൊരു വലിയ മൊമെന്റം വഴങ്ങാൻ പോകുന്ന പോലെ കേട്ടോ ഈ പോകുന്നേ. അതായത് നിരന്തരമായിട്ട് ബിഷപ്പിനെ കളിയാക്കിയിട്ടും ഓരോ ബിഷപ്പാമ്പ് എന്നൊക്കെ വിളിച്ചിട്ട് അയാളെ തകർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു നോട്ടീസ് അയക്കുന്നത്. അത് നോട്ടീസ് കൈപ്പറ്റാൻ പോകുന്ന ആളാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. കൊള്ളാം. ഇത്രേ അടച്ചു തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വായിച്ചിട്ടില്ല. ഇത് കുറെ ബ്ലോഗർമാർ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇത് ബിഷപ്പ് അയച്ചു കൊടുത്തതാണോ എന്ന് അറിയത്തില്ല. നേരത്തെ നമുക്കറിയില്ല. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ്. ഇനി അയ്യോ എന്താണ് ഒലിപ്പീര് നോട്ടീസ് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ്. അവാർഡ് വലിയൊരു അവാർഡ് വാങ്ങിയിട്ടായിരിക്കുന്നേ. ബിഷപ്പ് എന്നല്ലല്ലോ താങ്കൾ വിളിക്കുക, ബിഷപ്പാമ്പ് എന്നല്ലേ. എന്ത് മാറ്റി വിളിക്കുന്നേ? ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. 7 ദിവസത്തിനുള്ളിൽ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അതൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹായം ചെയ്ത ആളുകളെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞലം കുത്തുക എന്നുള്ളതാണ് എന്റെ ഒരു വൈബ്, എനിക്ക് ഒരു ലെവല് എന്നാണ് പറയുന്നത്. കൊള്ളാം. ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം. ബ്ലോഗർമാർക്ക് തന്നെയാണ് കൊടുത്തത്. ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തായിരിക്കും. എന്നിട്ടാണ് എനിക്ക് അയച്ചെന്ന് തോന്നുന്നത്. കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ രേണു സുധി ലയത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാരിട്ട് അലക്കുന്ന കണ്ട്. എന്താ ഇള്ളി അമ്മച്ചി. ബ്ലോഗർമാർക്ക് കിട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതെങ്ങനെ കിട്ടി, ഏത് കിട്ടി എന്നുള്ളതല്ല താങ്കൾ അന്വേഷിക്കേണ്ടത്. താങ്കൾക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു നോട്ടീസ് വന്നത് എന്നാണ് താങ്കൾ ആലോചിക്കേണ്ടത്. നിരന്തരമായിട്ട് ഉപദ്രവങ്ങളാണ് നിങ്ങൾ ആ ബിഷപ്പിനെയും അതിലെ ഫിറോസുക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ട് നിങ്ങൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്നെ സോഷ്യൽ മീഡിയ വഴി എന്ത് പറഞ്ഞാലും എന്നെ അത് ബാധിക്കില്ല, അതെനിക്ക് ഊർജ്ജമാണ് എന്നുള്ളത്. അതേ പറഞ്ഞ ആള് തന്നെ പിന്നീട് അതിന്റെ ഊർജ്ജമല്ല, അവരെന്നെ കളിയാക്കുക എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അതുൽ ബ്ലോഗിനെതിരെ കേസ് കൊടുത്തില്ലേ? അതിന് തൊട്ട് മുന്നേ നിങ്ങൾ തന്നെ പല വീഡിയോസിലും പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ പറയണം, പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നൊരു പെർമിഷനും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളതാണ്. എന്നതിന്റെ ശേഷം ആ ഡയലോഗ് അടിയൊക്കെ നിന്നു, അവർക്കെതിരെ കേസ് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ബിഗ് ബോസ് പോയ സമയത്താണ് ഒരു സ്ത്രീ നിങ്ങൾക്ക് അതിന് മോശപ്പെട്ട കാര്യം പറയുന്നത്. അതായത് ഹനാനാണത് പറയുന്നത്, നിങ്ങൾ പ്രഗ്ഗായിട്ട് അത് ഡിസ്പോസ് ചെയ്ത് അത് ആക്കി ഇതാക്കി എന്നുള്ള സംഭവമൊക്കെ, അതായത് അബോർഷൻ ചെയ്തെന്നുള്ള സാധനമൊക്കെ. പക്ഷെ അതിനെതിരൊന്നും കേസ് കൊടുത്തില്ല. അത് ഇപ്പോഴും വേണ്ടിയിട്ടില്ല എന്നുള്ളതാ. അത് എന്തുകൊണ്ടാന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അത്ഭുതം. എന്തായാലും എനിവേ ഞാനിത് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് വായിക്കട്ടെ. അപ്പം ബൈ. അപ്പൊ എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഏത് ബ്ലോഗർക്കാണോ ഇദ്ദേഹം കൊടുത്തത് എനിക്കറിയില്ല. ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ബ്ലോഗർമാരുടെ കയ്യിലായിരുന്നു ഇതെല്ലാം കൊടുത്തേക്കുന്നത് നേരത്തെ. ഈ സാധനം എനിക്കിപ്പോ കിട്ടിയതല്ലോ, പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ. അപ്പൊ ബൈ. ഞാൻ ഹാപ്പിയാണ്, ഐ എം സോ ഹാപ്പി. എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല, ഞാൻ പെട്ടിട്ടുമില്ല. ഓക്കെ, ഞാനൊന്നും പെട്ടിട്ടില്ല. പെട്ടത് ആ കുട്ടികളാണ്. കുട്ടികളുടെ പേരിലേക്കാണ് വീട് വെച്ചെടുത്തിട്ടുള്ളത്. ആ വീട് അവര് തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പവർ ഓഫ് അറ്റോർണി ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോ നിങ്ങൾ എന്താണ് ഒരു ഉടുപ്പില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? നിങ്ങളുടെ ഈ ഒരു അഹങ്കാരത്തിനാണ് ഇപ്പൊ ഈ പണിയൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ ജനങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്. ഈ അഹങ്കാരത്തിന് ജനങ്ങൾ തരുന്ന മറുപടി എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങളെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നിങ്ങളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോപ്പായത്തരങ്ങളൊന്നും ആരും കാണാണ്ടാവില്ല. അപ്പൊ ഉള്ള വില മൊത്തം പോയി പോകുന്നുള്ളതാണ്. പിന്നെ എന്താണ്, പ്ലേ ബട്ടൺ ഒന്നല്ലല്ലോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്നത് വക്കീൽ നോട്ടീസാണ്. ആ വക്കീൽ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്ക്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും, നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു സ്ത്രീയുടെ കൂടെ ഇരുന്നു കൊണ്ട് ബിഷപ്പിനെ അവഹേളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസ് എന്നുള്ളത്. കേസ് പറഞ്ഞ വക്കീൽ നോട്ടീസ്. നിങ്ങളത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊക്കെ അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് ബിഷപ്പിനെ കുറിച്ചിട്ടും ഈ ഫിറോസ് ഖാനെ കുറിച്ചിട്ടും കാര്യങ്ങൾ പറയാതിരുന്നാൽ മതി, പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷെ അതിനൊന്നും ഞാൻ തയ്യാറല്ല. ഈ ഓൺലൈൻ മീഡിയസിനെ പറഞ്ഞാൽ മതിയോ, ഇവരെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ അവരൊന്ന് ചോദിച്ചിട്ട് ഇവർക്കോ ഒരു ലെവലില്ല. ആ ലെവലില്ലായ്മ അതുകൊണ്ട് മിസ്യൂസ് ചെയ്യാന്നുള്ളതാണ്. എന്തായാലും ബിഷപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിങ്ങൾ കേൾക്കണം കേട്ടോ. ബിഷപ്പിനെ എത്ര ഇഷ്ടമാണ് ഇവർക്ക് എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. വിഷപ്പാമ്പ് എന്ന് പറഞ്ഞാൽ നീ പിന്നെ അനുഭവിച്ചു കൂടുതലൊന്നും അനുഭവിക്കാല്ലേ. വിഷപ്പാമ്പ് അത് തന്നെ ഞാൻ പറഞ്ഞ. തൊട്ടടുത്ത ആളുകൾ ഇരിക്കുന്ന സമയത്ത് അഹങ്കാരം കൂടുക, ഭയങ്കര ധൈര്യം വരും എന്നുള്ളതാണ്. ഞാനത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയോ? ഇനി ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇമാതിരി ഡയലോഗ് അടിക്കലൊക്കെ വളരെ കുറവാന്നുള്ളതാണ്. ഇത്തരം വീഡിയോസിനെതിരെയാണ് ബിഷപ്പ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലൈന്റ് വളരെ നിസാരമാണ്, നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ എന്നെ കുറിച്ച് പറയാതിരുന്നാലും പ്രശ്നം തീർന്നു എന്ന് പറയുമ്പോൾ കൂട്ടത്തിലിരിക്കുമ്പോൾ ഭയങ്കര അഹങ്കാരം, ഭയങ്കര വാലൊക്കെയാണല്ലോ അല്ലെ. പക്ഷെ ഇതൊന്ന് കണ്ടോക്കിയേ. ആധാരമുണ്ട് വീട്ടിൽ. ആധാരം ഒറിജിനൽ ആധാരം ഇരിക്കില്ലേ, പിള്ളേരുടെ ആധാരം.
അതിനകത്ത് എന്റെ പേരില്ലല്ലോ. പിന്നെ ഞാനെന്താണ് പെട്ടെന്ന് പറയുന്നത്? ഞാൻ രേണുസതി കെട്ടിന്റെ പണി കിട്ടി. അങ്ങനെ വേണം, എങ്ങനെ വേണമെന്ന്. അതിന് എന്റെ പേരിലല്ലല്ലോ വീട് സ്ഥലം. ഞാൻ എന്നാ പണിയാ? എനിക്ക് എന്റെ പണി കിട്ടാനാ? അല്ല, എനിക്കെന്ത് പണി കിട്ടാനാന്നേ? എന്റെ പേരിലല്ലല്ലോ വീട് സ്ഥലവും. എന്റെ പേരിലാ വീട് സ്ഥലം. രേണുവിനെ ഇറക്കി വിട്ടു. അപ്പൊ ഞാൻ കരഞ്ഞുണ്ടെങ്കിൽ എനിക്ക് തന്ന സാധനം പേരിലിറക്കി ഞാൻ എന്ത് പണി കിട്ടാനാ? ആ കുഞ്ഞുങ്ങളെ കൊടുത്ത വീട് കുഞ്ഞുങ്ങളുടെ മേടിക്കുന്നതാണ് അവര് ദൈവം അനുഗ്രഹിക്കുന്നത്. അവർ ദൈവം അവർക്ക് അത്ര വലിയ നല്ല കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവര് ദൈവം അനുഗ്രഹിക്കണ്ടല്ലോ ഞാൻ പറയുന്നത്. ഇതാണ് പറഞ്ഞ വകതിരിവ് തീരല്ല, വിവരം തീരല്ല എന്ന് പറഞ്ഞ സത്യമാണ് കേട്ടോ. ആ വീട് എന്റേതല്ലല്ലോ, മക്കളുടെ പേരിലല്ലോ. അപ്പൊ എന്നെ എങ്ങനെ ബാധിക്കാന്ന് ചോദിക്കുന്നത്? ഒരു ഇടിഞ്ഞു വീഴാൻ പാകത്തിലുള്ള വീട്ടിനകത്തു നിന്നുള്ള വീഡിയോ ഞങ്ങൾ കണ്ടതാ, കൊല്ലസുധീരെ കൂടെ ഇരുന്നിട്ടുള്ളത്. അതേ വീട്ടിൽ കാലങ്ങളോളം പെട്ടുകിടക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു വീട് വെച്ച് സഹായിച്ചത്. മക്കൾക്ക് ഉണ്ടാക്കിയ വീടാന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ അമ്മയാണല്ലോ. ആ അമ്മ അവരുടെ കൂടെയല്ലേ താമസിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ശരിയാണെന്നാണ് ഇപ്പോഴും ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്റെ പേരിലല്ലല്ലോ വീട്, നിങ്ങളുടെ മക്കളെ പേരിലാണല്ലോ വീട്. അപ്പൊ മക്കൾ മാത്രം അവിടെ താമസിച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാനാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത്? അതിനിടയിൽ കേട്ടല്ലോ ഒരിക്കൽ, അതായത് ഞങ്ങള് വീട് മാറാൻ പോവാണ്, വാടക വീട്ടിലൊക്കെ എന്നൊക്കെ. വെറുതെ ആവശ്യമില്ലാതെ പൊട്ടത്തരം വിളിച്ചറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താ പറയേണ്ടതെന്ന് വ്യക്തമായിട്ടൊരു ധാരണയില്ല. പറയുന്ന കാര്യങ്ങൾ 2 തവണ ഒന്ന് ആലോചിച്ചിട്ടെങ്കിലും പറയാ. ഇതിലെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവരുടെ നാക്ക് തന്നെയാണ്. വീട് ചോരുന്നുണ്ടോ? ആ, വീട് ചോരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്ളോഗർ ആയിട്ടുള്ള വ്യക്തി മനസ്സിലാക്കുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ? അപ്പൊ അതൊക്കെ പറയിപ്പിച്ചതാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വീട് ആരെങ്കിലും ചോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. ഒരാൾക്കൊന്നും അറിയാതൊന്നും ചോദിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് ചോരുന്നുണ്ട്, അവിടുന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ മൊത്തം. പിന്നെ ബിഷപ്പിനൊക്കെ ബിഷപ്പാമ്പ് എന്നൊക്കെ വിളിക്കുക എന്ത് യോഗ്യതയാണ് താങ്കൾക്കൊക്കെ ഉള്ളത്? അദ്ദേഹം ഇഷ്ടം പോലെ ആളുകളെ സഹായിച്ച വ്യക്തിയാണ്, ഇനി സഹായിക്കാൻ മുന്നോട്ട് വരേണ്ട വ്യക്തികളാണെന്നുള്ളതാണ്. കയ്യിൽ എന്തെങ്കിലും ഉള്ള ആളുകൾ മറ്റുള്ള ആളുകളെ സഹായിക്കും. ആ സഹായിക്കുമ്പോൾ സഹായം വാങ്ങിയിട്ട് അവരെ പിന്നിൽ നിന്ന് കുത്തരുത്. കിച്ചു ഇപ്പൊ ഏകദേശം ഈ രീതിയിലേക്കൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് വീടൊന്നും ഇല്ലാത്ത, ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട്. അവരൊന്നും സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനെ കുറെ സെലിബ്രിറ്റീസിന്റെ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ കുറെ ആൾക്കാർ വരും. കാരണം അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഇമാതിരി ഊളത്തരങ്ങൾ ആര് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാതിരിക്കുക, നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം സഹായിക്കുക. ഇവിടെ നല്ല അഹങ്കാരം കൂടിയിട്ടുണ്ട്. ആ അഹങ്കാരത്തിന് എന്തായാലും ഒരിക്കൽ ദൈവം തമ്പുരാൻ തന്നെ പണി കൊടുത്തോളും. ഇവിടെയുള്ള ജനങ്ങൾ തന്നെ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കും, കമന്റ് ഇടാതെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അറിയാം ഇവരുടെ ഈ ഒരു അഹങ്കാരത്തിന് എത്രത്തോളം ശമനം വരും എന്നുള്ളത്. കുറെ ഊള ആൽബങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും ഒരു താല്പര്യമില്ല. കഴിവ് എന്നൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്? ഒരുപാട് കഴിവുള്ള നല്ല നല്ല കഴിവുള്ള കുട്ടികളുണ്ട് ഇവിടെ, അവരുടെ ഒന്നും കൂടെ ഒരാളും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രഹസനം കാണിച്ച് നടക്കുന്ന ആളുകളുടെ പിന്നാലെ അങ്ങ് കൂടിക്കൊള്ളണം എല്ലാവരും കേട്ടോ. ഒരാൾ മരിച്ചിട്ടാണ് ഇവർ വൈറലാവുന്നത്. ആ മരണപ്പെട്ട ആളുടെ പേര് പോലും ഇപ്പോ കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പൊ ഇവരുടെ പേര് തന്നെ നിങ്ങൾക്ക് അറിയാലോ, അതും ഫേക്ക് ആണെന്നുള്ളതാണ്. അപ്പൊ ഈ ഫേക്ക് ആയിട്ട് ഇങ്ങനെ വരുന്ന കാണിച്ചു കൂട്ടുന്ന ആളുകളെ ഒന്നും സപ്പോർട്ട് ചെയ്യൽ എന്റെ പൊന്നു മക്കളെ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആ മനുഷ്യൻ ഒരു നോട്ടീസ് അയച്ചു, ആ നോട്ടീസ് കൈപ്പറ്റിയതിനെ പോലും കളിയാക്കിക്കൊണ്ടാണ് അവര് ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പടച്ച തമ്പുരാൻ പണി തരും, അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.